ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഏജിസ് ഗ്രിഡ് അൽഗോ വെച്ചിട്ട് നല്ലൊരു ട്രേഡ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ട്രേഡ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഞാനിവിടെ നിലവിൽ ഒരു $1000 ക്യാപിറ്റലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നൊരു വീഡിയോ ആണിത്. ഓക്കെ, നിലവിലിപ്പോൾ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് വോളറ്റിലിറ്റി ഉള്ളതായിട്ടാണ് കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ 1ന് മേളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എക്സാമ്പിളാണ്, ഒരു ഇൻഡിക്കേഷനാണ്. ഓക്കെ, 1 മുതൽ നമുക്ക് 3 വരെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം $1 പ്രോഫിറ്റാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ട്രേഡിംഗ് ഞാൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇതെങ്ങനെ ക്ലോസ് ചെയ്യാന്നുള്ളതെല്ലാം നോക്കാം. ഞാൻ ട്രേഡ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ചാർട്ട് വാച്ച് ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ചാർട്ട് ട്രേഡിംഗ് എനേബിൾ ചെയ്തിട്ടും വേറെ കാര്യങ്ങളായിട്ട് പോകുന്നില്ല. കംപ്ലീറ്റ്ലി ട്രേഡ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ചാർട്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഡെയിലി ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ഇക്വിറ്റിയുടെ 1% അല്ലെങ്കിൽ 1%നും ഒരു 5%നും ഇടയ്ക്കായിരിക്കും. ഏകദേശം $10 മുതൽ $15 വരെ ആയിരിക്കും ഞാൻ മേക്ക് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അതിനകത്ത് എത്ര ഡോളർ പ്രോഫിറ്റ് വന്നാലും ഞാനത് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നതായിരിക്കും. എന്നിട്ട് പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് വീണ്ടും ഇതേപോലെയുള്ള ഒരു ലിക്വിഡിറ്റി വരുന്ന സമയത്ത് വീണ്ടും ട്രേഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം $15 പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് അപ്പ് ടൈം കാണിക്കുന്നുണ്ട്. 4 മിനിറ്റാണ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടായിട്ടുള്ളത്. 4 മിനിറ്റ് കൊണ്ട് ഏകദേശം $16 പ്രോഫിറ്റാണ് ഇവിടെ മേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്യുന്ന ഇറങ്ങാൻ പറ്റും. നിലവിൽ ചെറിയൊരു ലോസിൽ നിൽക്കുകയാണ്. ഫ്ലോട്ടിംഗ് ലോസും കൂടെ നമ്മളത് നോക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ ഈ സമയത്ത് ട്രേഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മതി. ഇക്വിറ്റി എത്രയാണോ വാല്യൂ വരുന്നത് അതായിരിക്കും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്. ബാലൻസ് നമുക്ക് ഇവിടെ ഇത്ര എമൗണ്ട് കാണിക്കുമെന്നുണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ നേരത്ത് ഈ ഒരു ഏരിയയിൽ എത്രത്തോളം പ്രോഫിറ്റ് വരുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ക്യാപിറ്റലിനെക്കാട്ടിയും കൂടുതൽ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നോക്കുന്നുള്ളൂ. എനിക്കൊരു ഈ ഒരു ലെവലിൽ $10 വരണമെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇത് ഫ്ലോട്ടിംഗ് ആണ്. നമുക്ക് മാർക്കറ്റിൽ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കാണാൻ പറ്റും. ട്രേഡിംഗ് ഇവിടെ നമുക്ക് ഇവിടുത്തെ ലോസ് കൂടുന്നതനുസരിച്ച് ഇവിടുത്തെ ലോസും കൂടുന്നത് കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ബാലൻസ് ഓരോ ട്രേഡ് ക്ലോസ് ചെയ്ത് പോകുന്നത് കൊണ്ട് ബാലൻസ് ഇൻക്രീസ് ചെയ്ത് വരുന്നതും കാണാൻ പറ്റും. എന്തായാലും ഞാൻ ഇക്വിറ്റി ഒരു സ്റ്റേബിളായിട്ട് ഒരു $15 നിൽക്കുന്ന സമയത്തായിരിക്കും ഞാൻ ട്രേഡ് ക്ലോസ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ നമുക്ക് ഡാഷ്ബോർഡിൽ തന്നെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ഗ്രിഡ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രിഡ് ക്ലോസ് ആയി കഴിഞ്ഞാൽ കറൻ്റ്ലി ഒരു ഗ്രിഡ് ബാച്ച് റൺ ആവുന്നുണ്ട്. ഈ ബാച്ച് ഫുള്ളി ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യൂല. പിന്നെ ഈ ഒരു ട്രേഡിംഗ് പോസ് ആവുന്നതായിരിക്കും. പിന്നെ നമ്മൾ ട്രേഡിംഗ് വീണ്ടും എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ഗ്രിഡിൽ നിന്ന് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആവാം. കാരണം ഞാനിപ്പോൾ ഇക്വിറ്റി എന്ന് പറയുന്നത് $22 കാണിക്കുന്നുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രിഡ് ക്ലോസ് ക്ലിക്ക് ചെയ്തിട്ട് ട്രേഡിംഗ് ആണെങ്കിൽ പോസ് ചെയ്ത് വയ്ക്കാം. ഈ ഗ്രിഡ് ക്ലോസ് ആയതിനു ശേഷം പിന്നെ ട്രേഡ് എടുക്കുന്നതായിരിക്കില്ല. വേണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഗ്രിഡ് ക്ലോസ് ആൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഫുൾ എക്സിറ്റ് ആവാൻ പറ്റും. ഇപ്പം ഞാൻ ഏകദേശം $22 എക്സിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ പ്രോഫിറ്റ് ഇതാണ്. ഓക്കെ, ഞാൻ ആ ഫ്ലോട്ടിംഗ് ഇക്വിറ്റിയിൽ കാണിച്ച ആ ഒരു എമൗണ്ടാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ മാർക്കറ്റിലോട്ട് വന്നിട്ട് എനിക്ക് വീണ്ടും ട്രേഡിംഗ് എനേബിൾ ചെയ്യാവുന്നതാണ്. വീണ്ടും ഇതേപോലെ തന്നെ ഒന്നുകൂടെ വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് ഈ ഒരു ഗ്രിഡ് ബട്ടൺ മാത്രമേ ക്ലിക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി കംപ്ലീറ്റ്ലി ട്രേഡ് ക്ലോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ട്രേഡിംഗ് സ്റ്റോപ്പായിട്ട് കാണാൻ പറ്റും റെഡ് കളറിലായിട്ട്. അതേപോലെ ഈ അൽഗോ ട്രേഡിംഗ് കൂടെ ഒന്ന് ഡിസേബിൾ ചെയ്ത് വയ്ക്കും.
അപ്പോഴായിരിക്കും നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു ബോട്ടിൽ നിന്ന് ഡീറ്റാച്ച് ആവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ടെക്നിക്കൽ ടൂൾ ആയതുകൊണ്ട് ചില സമയങ്ങളിൽ ട്രേഡിംഗ് ഓപ്പൺ ആയി നിൽക്കുന്നത് കാണാൻ പറ്റും നമ്മൾ വീണ്ടും മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഏകദേശം 7 മിനിറ്റിലാണ് ഞാനിപ്പം അപ്പ് ടൈം കാണിക്കുന്നത്. 7 മിനിറ്റാണ്. ഈ 7 മിനിറ്റ് കൊണ്ട് മേക്ക് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റാണ് $22 എന്ന് പറയുന്നത്.